ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തായ് റെഡ് കറി പേസ്റ്റും അത് വെച്ചിട്ട് ഒരു തായ് റെഡ് കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മസാലകളൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യമേ തന്നെ അരച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പൗഡേഴ്സ്, കോറിയൻഡർ പൗഡറും കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കണം. അത് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലും ഇതുപോലുള്ള പച്ചക്കറികളുമാണ് ആവശ്യം. ആദ്യമേ തന്നെ നമുക്ക് ബേബി കോണും ക്യാരറ്റും ബ്രോക്കോളിയും ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം ഒരു വെള്ളത്തിൽ. പിന്നെ അതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റെഡ് കറി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 400 മുതൽ 500 ml വെള്ളവും കൂടെ അതിലേക്ക് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് കാഫിർ ലൈം ലീവ്സും ബേസിലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തായ് റെഡ് കറി റെഡിയായി. ഇത് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.